ക്രൂര കൊലപാതകത്തിൻ്റെ ഞെട്ടലാണ് നാട്. ഇതാ ഈ റോഡിലൂടെയാണ് അനു അന്ന് കടന്നു വരുന്നത്. അതായത് തൊട്ടടുത്ത അങ്ങാടിയായ മുളിയങ്ങളിൽ ഭർത്താവ് കാത്തു നിൽക്കുകയായിരുന്നു. ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അനു റോഡിലൂടെ നടന്നു നീങ്ങുകയും ആ സമയത്ത് പ്രതിയായ മുജീബ് മോഷ്ടിച്ച ബൈക്കിൽ ഇതിലൂടെ കടന്നു വരികയുമായിരുന്നു. അനു വളരെ അത്യാവശ്യത്തിൽ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഇയാൾ ലിഫ്റ്റ് വേണമോ എന്ന് അനുവിനോട് ചോദിക്കുന്നു. അത്യാവശ്യമായതുകൊണ്ട് തന്നെ ലിഫ്റ്റ് വേണമെന്നാണ് അനു മറുപടി നൽകിയത്. പിന്നീട് ഇവിടെ വാളൂർ തോട്ടിൽ ഇവിടെ എത്തിയ സമയത്ത് പ്രതി പറയുകയാണ് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, വാഹനം നിർത്തുകയാണെന്ന്. അനു ഈ തോടിൻ്റെ സമീപത്തായി ഇറങ്ങി നിൽക്കുന്നു. ആ സമയത്ത് ചവിട്ടി തോട്ടിലേക്ക് വീഴ്ത്തുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇവിടെ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് തോട്ടിൽ മുട്ടിന് താഴെ മാത്രമാണ് വെള്ളമുണ്ടായിരുന്നത്. പിന്നീട് പിറ്റേ ദിവസം കനാലിൻ്റെ ഷട്ടർ തുറന്നു. അങ്ങനെ തോട്ടിൽ വെള്ളമുയർന്നു. അനുവിനെ കൊലപ്പെടുത്തിയ ശേഷം ശരീരത്തിലുണ്ടായിരുന്ന മാലയുൾപ്പെടെയുള്ള ആഭരണങ്ങൾ പ്രതി കവർന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ വെച്ചാണ് അനുവിൻ്റെ മൃതദേഹം ആളുകൾ ആദ്യം കാണുന്നത്. മൃതദേഹം പിന്നെയും ഒഴുകി നീങ്ങി ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന സ്ഥലം കാണാം. അവിടെ വെച്ചാണ് മൃതദേഹം പോലീസും നാട്ടുകാരും ചേർന്ന് പുറത്തെടുക്കുന്നത്. ആദ്യ നിമിഷങ്ങളിൽ തന്നെ അടിമുടി സംശയവും ദുരൂഹതകളും. റോഡിന് സമീപമുള്ള വീട്ടിലെ CCTV പരിശോധിച്ചതിൽ നിന്ന് പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇത് കേസന്വേഷണത്തിൽ ഏറെ നിർണായകമായി. പ്രതി അനുവിന് ലിഫ്റ്റ് നൽകുന്നത് സമീപത്തെ ഒരാൾ കണ്ടിരുന്നു. ഇത് അന്വേഷണത്തിൽ നിർണായകമായി. ഒരാളും അങ്ങനെ മരിക്കില്ല. വെള്ളം അത്രയും കുറവാണ്. മാത്രമല്ല അവിടുന്ന് റോഡും വന്ന് ഇവിടം വരെയുള്ള ഒലിക്കാൻ മാത്രമുള്ള വെള്ളവുമില്ല. 50-ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളുടെ മാല മോഷ്ടിക്കുകയായിരുന്നു ഇയാളുടെ പ്രധാന മോഷണ രീതി. ഇതുതന്നെയായാലും ഈ ഒരു ക്രൂര കൊലപാതകത്തിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് നാട്. ഷിജിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.